ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബിറ്റ്സ് പ്രോജക്ട്സിൻ്റെ പൈത്തൺ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാനിപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈത്തൻ്റെ ബേസിക്സ്, അതേപോലെ തന്നെ പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് പൈത്തൻ്റെ വെബ് ഫ്രെയിംവർക്കായിട്ടുള്ള ഡിജാങ്കോ ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ഉള്ള കുറച്ച് ഫണ്ടമെൻറ്റൽസ്, പിന്നെ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട ഡ്രോൺ ഡെവലപ്മെൻറ്റ്, ഇതിനെക്കുറിച്ചുള്ള പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ച് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്സ് ആണ് ഈ പ്ലേലിസ്റ്റും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗൂഗിളിലെ 2019 ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഗൂഗിൾ റാങ്ക് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇപ്പം പൈത്തണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണെങ്കിലും അതേപോലെ തന്നെ റോബോട്ടിക്സിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ പൈത്തൺ എന്ന് പറയുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള, പെട്ടെന്ന് ബിഗിനേഴ്സിന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇപ്പം മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള ജാവ അല്ലെങ്കിൽ സി, അതേപോലുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ സിൻടാക്സും എന്നാൽ അതിനേക്കാൾ കൂടുതൽ പവർഫുള്ളുമായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. മഹാനായ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുകയുണ്ടായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് നമ്മുടെ മനുഷ്യരാശിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ആ ടെക്നോളജി വഴി ഉണ്ടാകും. അപ്പം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി ഈ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഈ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പം അതിൻ്റെ ബേസിക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എറിക് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓതറിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്താണ് ഞാൻ ട്യൂട്ടോറിയൽസ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പൈത്തൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാം ലാംഗ്വേജിലുള്ള പോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, വേരിയബിൾസ് അല്ലെങ്കിൽ ലിസ്റ്റ്, ഡിക്ഷണറി, അതേപോലുള്ള ഡേറ്റ ടൈപ്സിനെ കുറിച്ചും അപ്പോൾ അതിനകത്ത് നമ്മൾ പൈത്തൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാം ലാംഗ്വേജിലുള്ള പോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, വേരിയബിൾസ് അല്ലെങ്കിൽ ലിസ്റ്റ്, ഡിക്ഷണറി, അതേപോലുള്ള ഡേറ്റ ടൈപ്സിനെ കുറിച്ചും ഫയൽ ഹാൻഡിലിനെ കുറിച്ചും അങ്ങനെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള 1-2 പ്രോജക്ട്സ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ കുറച്ച് APIs കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ട് ആ APIs ഡേറ്റ വിഷ്വലൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള API, അതേപോലെ കുറേ APIസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് പൈത്തൻ്റെ ഒരു ഫ്രെയിംവർക്കാണ് ഡിജാങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഡിജാങ്കോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കും. എങ്ങനെ ഒരു REST API ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ REST API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പൈത്തൺ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു ആൻഡ്രോയിഡ് ആപ്പിൽ നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതൊരു API ആക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ വിൻഡോസ് ആപ്ലിക്കേഷനിലോ റോബോട്ടിക്സിൽ നമ്മളിപ്പോൾ റാസ്ബെറി പൈയിലാണ് കോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ API ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു API ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മളൊരു ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ഡീപ്പ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അതേപോലെ ഡ്രോൺ ഡെവലപ്മെൻറ്റ്, ഇതിനെക്കുറിച്ചുള്ളൊരു ട്യൂട്ടോറിയൽസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അനാക്കോണ്ട എന്ന് പറയുന്നൊരു വളരെ നല്ലൊരു IDE ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള വരുന്ന ട്യൂട്ടോറിയലുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാം ലാംഗ്വേജിനെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജാങ്കോ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൈത്തൻ്റെ ഫ്രെയിംവർക്കാണ്. ഇപ്പം ജാങ്കോ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 1-2 ആപ്ലിക്കേഷൻസാണ് ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതേപോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജാങ്കോ വെച്ചിട്ടാണ്. അപ്പം ജാങ്കോനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ ഫണ്ടമെൻറ്റൽസും പോലും നമ്മൾ പഠിക്കുന്ന രീതിയിൽ നല്ലൊരു പ്രോഗ്രാമിംഗ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.